മന്ത്രിസഭ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ എന്താ പുനഃസംഘടന അല്ല, ഇപ്പൊ പുനഃസംഘടന ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഏത് റിപ്പോർട്ട് എവിടെ വൈകിയെന്നാണ് നിങ്ങൾ തീരുമാനിച്ച പോരാ ഇത്. ഇല്ല, ഇത്രയും മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒക്കെ കൊടുത്ത വാർത്തയിലെ അബദ്ധം നിങ്ങൾക്ക് മനസ്സിലായി. അല്ലല്ല, അബദ്ധമാണ് നിങ്ങൾ കൊടുത്ത വാർത്ത. പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. നിങ്ങളാണല്ലോ ഈ വാർത്ത ഉണ്ടാക്കിയത്. അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നും പറഞ്ഞല്ലല്ല, നിങ്ങൾ വാർത്ത കൊടുത്തു. നിങ്ങളിപ്പോൾ അത് വഴിയിലായി. ആ ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതാണ് അത്. അപ്പം അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിൽക്ക് എല്ലാവരും ചോദിക്കില്ല. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങളപ്പം അറിഞ്ഞാൽ മതി എന്താണ് ഇതിൻ്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനമെടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പല കാര്യങ്ങളും പാർട്ടിയാണ് നയം തീരുമാനിക്കുന്നത്, മുന്നണിയാണ് നയം തീരുമാനിക്കുന്നത് പറഞ്ഞു. പക്ഷേ 60 ദിവസമായി ഇപ്പോൾ UDF യോഗം ചേരുന്നില്ല എന്ന് UDF കൺവീനർ പറഞ്ഞു. കാരണം അങ്ങാണ് ചെയർമാൻ, അങ്ങാണ് സമയം കൊടുക്കേണ്ടത്. 60 ദിവസമായി സമയം ലഭിക്കാത്തതാണ്, അതോ മറ്റെന്തെങ്കിലും നയപരമായ കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിലെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? കയ്യിൽ നിന്ന് വന്ന നിർബന്ധമായ LDF യോഗം ചേരാത്തതിനെ പറ്റി ഒരു പരാതിയില്ല. UDF ഞങ്ങൾ കുറേ ആദ്യം നടപടി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. UDF എപ്പോൾ യോഗം തീരുമാനിക്കും? അതൊക്കെ വരുമെന്നേ, അതൊക്കെ സമയത്ത് വരും. അതൊന്നും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ, മുന്നണിയും പാർട്ടിയൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ് അതെല്ലാം. മനസ്സിലായി?